ഐശ്വര്യയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞാൻ ഒരു ഡിറ്റക്റ്റീവിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ഡിറ്റക്റ്റീവിനെയോ? അതെ. അവൾക്ക് കൊട്ടാരവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അവള് പറയുന്നതൊക്കെ സത്യമാണോ എന്നെനിക്ക് അറിയണമായിരുന്നു. ഓ, അപ്പോ ഒറ്റക്കേറ് തേടാനും അറിയാം. അപ്പോ ശിവദാസന്റെ മണിക്കൂറുകൾ അടുത്തു കഴിഞ്ഞു. പക്ഷേ അപ്പോഴും മണിമാല മിസ്സിംഗ് അല്ലേ? വരട്ടെ കുഞ്ഞോളെ, ഓരോന്നോരോന്നായിട്ട് നമുക്ക് നേടിയെടുക്കാം. ഇപ്പൊ ശിവദാസൻ, അടുത്തത് മണിമാല. ഓ, എപ്പോ മണിമാലയുടെ കാര്യം പറഞ്ഞാലും ഈ നരിയുടെ ഫോൺ വരും. സൂക്ഷിക്കണം, നരിയാണ് അവൻ. അവനുമായിട്ടുള്ള ചങ്ങാത്ത അത്ര നല്ലതിനല്ല കുഞ്ഞോളെ. ഭദ്രേട്ടൻ, നാളത്തെ കബഡി മത്സരത്തിൽ എങ്ങനെയെങ്കിലും ശിവദാസിനെ ഇറക്കി അവന്റെ കഥ കഴിക്കാൻ നോക്ക്. ചേച്ചി ഇപ്പൊ എവിടെയാണെങ്കിലും ഉടനെ വന്നൊന്ന് കാണണം, ഇപ്പൊ തന്നെ. എടുത്ത കാര്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. നേരിട്ട് കാണാമല്ലോ, കോൾ എടുക്കണ്ട, കട്ടിയ. മെസ്സേജ് വന്നിട്ടുണ്ട്, ലൊക്കേഷനും അയച്ചിട്ടുണ്ട്. അപ്പോ അത്രയും പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. പുതിയ ഷെയറൊന്നും പുറത്തു കൊടുക്കണ്ടെന്നാ തീരുമാനം. അതെ, അതിന്റെ ലോഞ്ചിങ് 2 മാസത്തിനകത്ത് കാണും. അതെ അതെ, ആലോചനയല്ല, തീരുമാനിച്ചിട്ടില്ല. ആ ശരി, ഞാനൊരു മീറ്റിംഗിന് കയറാൻ പോകും. എന്താണ് രമേശി, കണ്ണിലെ തീയൊക്കെ കേട്ടോ? പെൺസിംഹത്തിന്റെ വരവിലൊരു വേഗത കുറവ്. പരാജയത്തിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് നരിയോട് ഇപ്പൊ പറയാനുള്ളത് മറ്റൊരു കാര്യമാ. ഐശ്വര്യയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞാൻ ഒരു ഡിറ്റക്റ്റീവിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ഡിറ്റക്റ്റീവിനെയോ? അതെ. അവൾക്ക് കൊട്ടാരവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അവള് പറയുന്നതൊക്കെ സത്യമാണോ എന്നെനിക്ക് അറിയണമായിരുന്നു. ഓ, അപ്പോ ഒറ്റക്കേറ് തേടാനും അറിയാം. നരി, ഐശ്വര്യയെക്കുറിച്ചുള്ള എല്ലാ രേഖകളുമായി എന്റെ അടുത്തേക്ക് പുറപ്പെട്ടു എന്ന് എന്നോട് പറഞ്ഞ അവൾ ഇതുവരെയും എന്റെ അടുത്ത് എത്തിയിട്ടില്ല. അവൾക്ക് പിന്നെ എന്താ സംഭവിച്ചത്? എവിടെയാ അവള്? ഒരെത്തും പിടിയും കിട്ടുന്നില്ല. മരുമകളുടെ രഹസ്യ വിവരങ്ങൾ അറിയാൻ രമാദേവി രഹസ്യമായി ഏർപ്പെടുത്തിയ വനിതാ ഡിറ്റക്റ്റീവ് ഒളിവിൽ. ഒരു പത്രവാർത്തയ്ക്ക് സ്കോപ്പുണ്ട്. ഒരു കാര്യം ഉറപ്പാ, രമചേച്ചിയുടെ മരുമകൾക്ക് എന്തോ ഒളിപ്പിക്കാനുണ്ട്. ഒളിപ്പിക്കാനുണ്ടെന്ന കാര്യം അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവുമല്ലോ. അല്ലെങ്കിൽ തെളിവുമായി പുറപ്പെട്ട ആ ഡിറ്റക്റ്റീവിനെ പാതി വഴിയില് കാണാതാവില്ല. നരി, ഇതിനിടയിൽ ആരോ കളിക്കുന്നുണ്ട്. കരുക്കൾ നീക്കി പരിചയമുള്ള ഒരാള്. അതിനുള്ള ഒരു സാധ്യത കാണുന്നില്ല.
ആ ലേഡി ഡിറ്റക്റ്റീവ് അക്രമത്തിനിരയായി എന്നറിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അവളെ അവിടുന്ന് മാറ്റിയിരിക്കുന്നു. അതിന്ന് ഒരു കാര്യം വ്യക്തോ, എന്റെ നീക്കങ്ങൾ അറിയാവുന്ന ആരോ ആണ് ഇതിന്റെയൊക്കെ പിന്നിൽ. ഇപ്പോ അയാളെ തേടിയാണ് ഞാൻ നടക്കുന്നത്. അത് തൽക്കാലത്തേക്ക് മാറ്റിവെക്ക് രമേശി. ആ ശിവദാസന്റെ കാര്യത്തില് ഒരിക്കൽ കൂടി ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ നീക്കാൻ. മണിമാല കിട്ടുന്നവരെ ശിവദാസനെ കൊല്ലാതെ കൂടെ നിർത്തുന്നതായിരിക്കും നല്ലത്. ഒരു വധശ്രമം ശിവദാസന്റെ കാര്യത്തിൽ പാളിപ്പോയതാ. അതിനർത്ഥമേ ശിവദാസന് ആയുസ് ബാക്കി കിടക്കുന്നു. നരി, തമ്പുരാനും തമ്പുരാട്ടിയും ആയുസ് തീർന്നു മരിച്ചതല്ല. അതുകൊണ്ട് ആയുസിന്റെ കാര്യമൊന്നും പറയണ്ട. രമേശി പറയുന്ന ഒക്കെ ശരിയാ. ശിവദാസൻ ജീവിച്ചിരുന്ന അത് ഭാവിയില് നമുക്ക് തന്നെയാ ദോഷം. പക്ഷേ കൊട്ടാരത്തിലെ തമ്പുരാനും തമ്പുരാട്ടിയും കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന സെൻസേഷണൽ വാർത്ത ജനങ്ങൾ പൂർണ്ണമായിട്ടും മറക്കുന്നത് വരെയെങ്കിലും ശിവദാസൻ ജയിലിൽ ജീവനോട് ഇരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. എനിക്കും അതെ, രമേശിക്കും അതെ. ദേവി, എല്ലാം അറിയാലോ. ജീവിതത്തിൽ ഈ നിമിഷം വരെ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ലാത്ത ആളാ എന്റെ അച്ഛൻ. പാവം ഇപ്പൊ ജയിലിൽ കിടന്ന് നരകിക്കുക. അച്ഛന്റെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു തെറ്റും ചെയ്യാത്ത ആ പാവത്തിന്റെ കോടതി വിസ്താരം ഇന്ന്. ജാമ്യാപേക്ഷ ഒരിക്കൽ തള്ളിപ്പോയതാ. ഇന്നെങ്കിലും എന്റെ അച്ഛന് ജാമ്യം അനുവദിച്ച് കിട്ടണേ എന്റെ ദേവി. അല്ല, അമ്മ ഇതെങ്ങോട്ടാ? അമ്മയും കോടതിയിൽ വരുന്നെന്നോ? അച്ഛനെ കാണണമെന്നോ? അമ്മ വന്ന ശരിയാവില്ല. അമ്മയെ കണ്ട അച്ഛന് സങ്കടാവും. മാത്രമല്ല കോടതിയാ.